വർഷങ്ങൾക്ക് മുൻപ് തന്നെ മലയാളികളുടെ ചിന്തകൾക്കും ചിരികൾക്കും സങ്കടങ്ങൾക്കും സന്തോഷത്തിനും പ്രണയത്തിനുമൊപ്പം സഞ്ചരിച്ച ഈണങ്ങളായിരുന്നു വിദ്യാസാഗറിൻ്റേത്. മലയാളിയുടെ ഒരു ദിനത്തിൽ ഒരു ഈണമെങ്കിലും വിദ്യാസാഗറിൻ്റെ സംഗീതത്തിൽ നിന്നും മൂളാത്ത മലയാളി ഉണ്ടാവില്ല. 90കളുടെ തുടക്കമായിരുന്നു അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൻ്റെ സുവർണ കാലഘട്ടമെന്ന് പറയുന്നത്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട മെലഡി കിങ് വിദ്യാസാഗർ. വെണ്ണില ചന്ദനക്കിണ്ണത്തിൻ്റെ തുടക്കത്തിലുള്ള ആ ഫ്ലൂട്ടിൻ്റെ ടോണൽ ക്വാളിറ്റിയിൽ തന്നെ ഉണ്ടായിരുന്നു മലയാളി ആഗ്രഹിച്ച ഫ്രഷ്നെസ്. തമിഴിൽ മാത്രം കേട്ട് ശീലിച്ചിട്ടുള്ള ഹാർട്ട് ബീറ്റുകൾ മെലഡിക്കൊപ്പം ചേർത്ത് അഴകിയ രാവൺ എന്ന ചിത്രത്തിൽ തന്നെ പ്രണയമണി തൂവൽ കൊഴിയും പവിഴമഴയായി മാറി. മലയാളത്തിൽ തന്നെ പ്രണയവർണ്ണങ്ങൾ എന്ന ചിത്രത്തിലെ ആരോ വിരൽ മീട്ടി എന്ന ഗാനം എത്ര സൂപ്പർ ഹിറ്റായിരുന്നു. പക്ഷെ അത് തമിഴിലാണ് ആദ്യം റിലീസായതെന്ന് നിങ്ങൾക്കറിയൂ. അതേപോലെ തന്നെ എത്രയോ ജന്മമായി സമ്മറിൻ ബദ്രയമിലെ ഈ പാട്ടും തമിഴിലായിരുന്നു ആദ്യം റിലീസായത്. തമിഴിലൂടെ മലയാളത്തിലെത്തി പിന്നീട് മറ്റ് തെന്നിന്ത്യൻ ഭാഷകളിലും സ്വന്തമായ രീതിയിൽ മെലഡിയും ബീറ്റുമെല്ലാം മിക്സ് ചെയ്ത് നമ്മളെ അത്ഭുതപ്പെടുത്തിയ വിദ്യാസാഗറിൻ്റെ ശുദ്ധ സംഗീതം ഇന്നും നമുക്ക് അത്ഭുതമാണ്.